ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കോൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is write2rish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റാർ ബേസ് ക്വസ്റ്റൻ ആണ്. ടെൽ മീ അബൌട്ട് എ ടൈം പ്രയോറിറ്റീസ് ചേഞ്ച് സഡൻലി. സോ ഈ ക്വസ്റ്റൻ എംപ്ലോയർ ചോദിക്കുമ്പോഴത്തേന് ദേ ആർ യൂഷ്വലി നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ ചേഞ്ച് ഇറ്റ് സെൽഫ്. വാട്ട് ദേ ആർ റിയലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ഹൗ ക്വിക്ലി യു അഡാപ്റ്റ് വെൻ പ്രയോറിറ്റീസ് ഷിഫ്റ്റ്. How do you handle uncertainty and pressure? Are you able to reprioritize and work effectively? How do you communicate with stakeholders when priorities are shifting? Do you stay focused on business outcomes? How you make decisions when plans suddenly change? എല്ലാ വർക്ക് പ്ലേസിലും പ്രയോറിറ്റീസ് ഡസൻറ്റ് സ്റ്റേ ദ സെയിം ഫോർ ലോങ്. സോ തിങ്സ് കീപ്സ് ഓൺ ചേഞ്ചിങ് ഇൻ വർക്ക് പ്ലേസസ്. പുതിയ റെഗുലേഷൻസ് വരും, ചിലപ്പം കസ്റ്റമേഴ്സ് ഇഷ്യൂസ് റേസ് ചെയ്യും, ലീഡർഷിപ്പ് മാറും, പ്രോജക്ട്സ് പുതിയത് വരും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് ഒരു എംപ്ലോയർ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഒക്കെ വർക്ക് പ്ലേസിൽ ഭയങ്കര നോർമലാണ്. ഈ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രയോറിറ്റി ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് വേഗം അഡാപ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ, പ്രയോറിറ്റി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, നമുക്ക് പ്രയോറിറ്റി റീപ്രയോറിറ്റൈസ് ചെയ്ത് തന്നെ മുന്നേറാനുള്ള കഴിവുണ്ടോ, നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ, നമ്മൾ നല്ലപോലെ ഫോക്കസ്ഡ് ആയിട്ട് വീണ്ടും നമ്മുടെ വർക്ക് നമുക്ക് തുടരാൻ പറ്റുമോ, സോ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ഇതുപോലുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയായിരിക്കും. സോ ഇതുപോലുള്ള പല പല ക്വസ്റ്റ്യൻസ് ആണ് ഒരു എംപ്ലോയറിന് ആൻസർ വേണ്ടത്. ലൈക്ക് വെൻ ദേ ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. ആൻഡ് വാട്ട് മേക്സ് എ സ്ട്രോങ് ആൻസർ ഇസ് എ സ്ട്രോങ് ആൻസർ where we say about a genuine example where priorities change unexpectedly, a clear explanation of how you assess the situation, പിന്നെ ആക്ഷൻസ് ദാറ്റ് യു ടുക്ക് ടു റീപ്രയോറിറ്റൈസ് വർക്ക്, പിന്നെ it should show effective communication with stakeholders and team. Finally, it should show a positive outcome, the result that you have achieved and things like that. നല്ല answers should show high flexibility in these situations and good judgment and not frustration. സോ ഞാൻ ഇത്തവണ ഈ ക്വസ്റ്റിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ, ഇഫ് യു ലുക്ക് അറ്റ് ദ വിഷ്വൽസ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രോജക്റ്റിൽ സോ വി വെർ ഫൈനലൈസിങ് റിക്വയർമെന്റ്സ് ഫോർ എ പ്ലാൻ സിസ്റ്റം എൻഹാൻസ്മെന്റ്. The team had already started preparing for development when a new regulatory update was announced. The update required immediate changes to workflows and reporting processes, making it the highest business priority. അപ്പം ഇത് കാരണം എന്ത് പറ്റും കഴിഞ്ഞാൽ സെവറൽ പ്ലാൻഡ് ഐറ്റംസ് സഡൻലി ബിക്കെയിം ലോവർ പ്രയോറിറ്റി. സോ ഞാൻ ഈ ക്വസ്റ്റൻ ആൻസർ ചെയ്തിരിക്കുന്ന ഒരു ബിസിനസ് അനലിസ്റ്റ് ആയിട്ടാണ്. സോ ഒരു ബിസിനസ് അനലിസ്റ്റ് എന്ന നിലയ്ക്ക് എൻ്റെ റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഐ നീഡഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ന്യൂ റിക്വയർമെന്റ്സ്, assess the impact on the project, reprioritize the backlog, and ensure all stakeholders understood the changes. I also needed to minimize delivery risk and keep the team aligned during the transition. So
സിറ്റുവേഷനും ടാസ്കും മനസ്സിലായല്ലോ. ഞാൻ ഒരു ഒരു റിക്വയർമെന്റ്സ് ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു പുതിയ റെഗുലേറ്ററി അപ്ഡേറ്റ് വന്നു. അത് കാരണം ഒരുപാട് ചേഞ്ചസ് വേണ്ടി വന്നു വർക്ക് ഫ്ലോസിന് റിപ്പോർട്ടിങ്ങും. അത് കാരണം അതിന്റെ പ്രയോറിറ്റി കൂടി, ബാക്കി എല്ലാത്തിന്റെയും പ്രയോറിറ്റി മാറി. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ബിസിനസ് അനലിസ്റ്റ് ആണ് ആൻഡ് ഐ ഹാഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ന്യൂ റിക്വയർമെന്റ്സ്. എത്രയും വേഗം അതിന്റെ ഇമ്പാക്ട് മനസ്സിലാക്കി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാക്ക്ലോഗിനെ റീപ്രയോറിറ്റൈസ് ചെയ്ത് പിന്നെ നല്ലപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്രയും വേഗം ഡെലിവറിനെ ഒന്നും എഫക്ട് ചെയ്യാതെ മുന്നേറാനുള്ളതായിരുന്നു എൻ്റെ ടാസ്ക്. സോ ദ ആക്ഷൻ what I did was like I gathered the key stakeholders to understand the regulatory requirements and the urgency behind them. പിന്നെ I started working with business teams, developers, QA and project stakeholders to assess the impact on scope, timelines and resources. സോ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കീ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്ന് എന്തൊക്കെയാണ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ് എന്ന് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് അതർ ടീംസ്. ഇതിന്റെ ഇമ്പാക്ട് എനിക്ക് മനസ്സിലായപ്പോഴത്തേന് ഐ റീപ്രയോറിറ്റൈസ് ദ ബാക്ക്ലോഗ് ബേസ്ഡ് ഓൺ ബിസിനസ് വാല്യൂ ആൻഡ് കോംപ്ലയൻസ് റിക്വയർമെന്റ്സ്. Then I updated the requirements documentation, communicated the changes clearly across the team and ensured everyone understood the new priorities. സോ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രോസസ്സിലും what I kept high focus on was like whether I maintained transparency on communication so that there was no confusion about why priorities has changed. ഇത് കാരണമുള്ള റിസൾട്ട് എന്തായിരുന്നു? ദ ടീം അഡാപ്റ്റഡ് ക്വിക്ലി ടു ദ ന്യൂ പ്രയോറിറ്റീസ് ആൻഡ് ഡെലിവേർഡ് ദ കോംപ്ലയൻസ് റിലേറ്റഡ് ചേഞ്ചസ് സക്സസ്ഫുള്ളി. റെഗുലേറ്ററി ചേഞ്ചസും ഇംപ്ലിമെന്റഡ് ആയി വിത്ത് മിനിമൽ ഇമ്പാക്ട് ടു ദ ഓവറോൾ പ്രൊജക്ട് ടൈം ലൈൻ. Because communication was clear and decisions were based on business impact, stakeholders remained aligned and supportive throughout the process. This experience strengthened the trust across the team and helped us respond effectively to a significant change. So ഇതിൽ നിന്ന് ഞാൻ എന്താ പഠിച്ചത്? If you look at the key takeaways and the key learnings and the tips, ഞാൻ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ priorities can change at any time regardless of how much planning has already been completed. I learned that reacting emotionally to change doesn't help anyone. What helps is taking a step back, understanding the business impact, communicating clearly and helping people focus on what matters most. I also learned that stakeholder alignment becomes even more important when priorities shift unexpectedly. When people understand the reason behind a change, they are more than willing to support it. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് പഠിച്ചത്. ഈ ആൻസർ നമ്മളിപ്പോൾ കൊടുത്ത ആൻസർ നല്ലപോലെ വർക്ക് ചെയ്യും ബിക്കോസ് ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ് എ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് അഡാപ്റ്റബിലിറ്റി, ബിസിനസ് അവയർനെസ്, stakeholder management, communication and collaboration skills, decision making, prioritization ability, നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷനിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നല്ലപോലെ കാണിക്കുന്നുണ്ട്. ആൻഡ് പ്രോബ്ലം സോൾവിങ് ആൻഡ് റിസൾട്ട് ഓറിയന്റേഷൻ. ഇതൊക്കെയാണ് ഒരു എംപ്ലോയർ കൂടുതലും നോക്കുന്നത്. സോ സാധാരണ കാൻഡിഡേറ്റ്സ് മേക്ക് ചെയ്യുന്ന ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും സാധാരണ കാൻഡിഡേറ്റ്സ് മേക്ക് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കംപ്ലൈനിങ് അബൌട്ട് വൈ ദിസ് പ്രയോറിറ്റി ചേഞ്ച്, അതിനെപ്പറ്റി ഒരുപാട് കുറ്റം പറയുക. ഫോക്കസിങ് ഓൺലി ഓൺ ദ ഡിസ്റപ്ഷൻ, ലൈക്ക് ഉണ്ടായ ഡിസ്റപ്ഷൻ കാരണം ഉണ്ടായ പ്രോബ്ലത്തെ പറ്റി ഒരുപാട് സംസാരിക്കുക. ദെൻ ബ്ലെയിമിങ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരിക്കലും നമ്മൾ ബ്ലെയിം ചെയ്യരുത്. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പഴയ ടീമിനെയോ പഴയ ടീം മെമ്പേഴ്സിനെയോ ഒരിക്കലും നമ്മൾ ബ്ലെയിം ചെയ്യരുത്. ദ ബ്ലെയിം ഗെയിം ഓൾവേസ് ബാക്ക് ഫയർ. നമ്മൾ അവിടെ ഇരുന്ന് നമ്മുടെ പഴയ ടീമിനെ ബാക്ക് ഫയർ ബ്ലെയിം ചെയ്യുന്നുണ്ട്, അതിന്റെ അർത്ഥം നാളെ ആ ടീമിൽ കയറി നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ അവരെ ബ്ലെയിം ചെയ്യുന്നതാണ്. ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. നെവർ യൂസ് ദ ബ്ലെയിം ഗെയിം. പിന്നെ അതർ മിസ്റ്റേക്ക് ദാറ്റ് ദേ മേക്ക് ഇസ് ലൈക്ക് ദേ ടോക്ക് അബൌട്ട് ആക്ടിവിറ്റി ഇൻസ്റ്റെഡ് ഓഫ് ബിസിനസ് ഇമ്പാക്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റി പറയും, അത് എത്രത്തോളം ബിസിനസ്സിനെ ഇമ്പാക്ട് ചെയ്യുന്നു അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കത്തില്ല. പിന്നെ നോട്ട് എക്സ്പ്ലെയിനിങ് ടു മച്ച് അബൌട്ട് ഹൗ പ്രയോറിറ്റൈസ് വെയർ ലൈക്ക് റീഅസസ്ഡ്. അത് നമ്മൾ ചിലപ്പം ഈ പ്രയോറിറ്റീസിനെ നമ്മൾ എങ്ങനെയാണ് റീഅസസ് ചെയ്ത് അതിനെപ്പറ്റിയൊന്നും നമ്മളൊരു ബിഗർ ഫോക്കസ് കൊടുക്കത്തില്ല. And finally, giving an example where no clear outcomes was achieved. Like നമ്മൾ എക്സാമ്പിൾ എല്ലാം പറയും, പക്ഷെ അതിൽ നിന്ന് എന്ത് നേടി നമ്മൾ പറയത്തില്ല. So the better approach is like instead of saying like everything changed and we had to start over, say like this: we assessed the impact, reprioritized the work and focused on the highest business value. ഇപ്പൊ മാനേജ്മെന്റ് ചേഞ്ച് their mind and we had to adjust എന്ന് പറയുന്നതിന് പകരം ന്യൂ ഇൻഫർമേഷൻ റിക്വയർഡ് അസ് ടു അഡ്ജസ്റ്റ് പ്രയോറിറ്റീസ് ടു മീറ്റ് ബിസിനസ് ആൻഡ് കോംപ്ലയൻസ് നീഡ്സ്. കണ്ടോ, അവിടെ ഒരു ബ്ലെയിം പോലും ഇല്ല. അല്ലെങ്കിൽ നമ്മൾക്ക് വിഷമം വന്നു, ഞങ്ങൾ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ മാനേജ്മെന്റ് അവരുടെ തീരുമാനം മാറ്റി, അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായെന്നൊന്നും പറഞ്ഞില്ല. ഐ ടോക്ക് വെരി പോസിറ്റീവ്ലി. ഐ ടോക്ക് ലൈക്ക് ന്യൂ ഇൻഫർമേഷൻ. എനിക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷൻ ഞങ്ങളുടെ പ്രയോറിറ്റീസ് മാറ്റേണ്ടി വന്നു ടു മീറ്റ് ബിസിനസ് ആൻഡ് കോംപ്ലയൻസ് നീഡ്സ്.
അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിന് പകരം നമുക്ക് പറയാം വി കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, അലൈൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് മെയ്ഡ് ഇൻഫോംഡ് പ്രയോറിറ്റൈസേഷൻ ഡിസിഷൻസ് വെരി ഈസിലി. ന്യൂസിലാൻഡ് എംപ്ലോയേഴ്സ്, you definitely know that they highly value adaptability, business awareness, practical problem solving skills and stakeholder communications. ഒരു കാൻഡിഡേറ്റ് ഹൂ റിയലി സേസ്, ഈ സിറ്റുവേഷനിലൊക്കെ ഒരു കാൻഡിഡേറ്റ് പറയുവാണ് ലൈക്ക് ഐ സ്റ്റേറ്റ് കാം, റീപ്രയോറിറ്റൈസ്ഡ് എഫക്റ്റീവ്ലി ആൻഡ് ഹെൽപ്പ് ദ ടീം അഡാപ്റ്റ് എന്ന് പറയുന്ന കാൻഡിഡേറ്റിനെ ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടം. അതല്ലാതെ നേരെ വേറൊരു കാൻഡിഡേറ്റ് പറയുകയാണ് ദ പ്രയോറിറ്റൈസ് കെപ്റ്റ് ചേഞ്ചിങ് ആൻഡ് ഇറ്റ് വാസ് വെരി ഫ്രസ്ട്രേറ്റിംഗ്, അങ്ങനെ ഒരു പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ ആയിരിക്കത്തില്ല ആർക്കും താല്പര്യം. സോ ഇത്രയും മനസ്സിലാക്കുക, ചേഞ്ചിങ് പ്രയോറിറ്റൈസ് ആർ നോർമൽ പാർട്ട് ഓഫ് മോഡേൺ വർക്ക് പ്ലേസസ്. എല്ലാ വർക്ക് പ്ലേസസിലും ഈ പ്രയോറിറ്റൈസ് ചേഞ്ച് ചെയ്യുന്നതും പ്രോജക്റ്റ് ചേഞ്ച് ചെയ്യുന്നതും ടീം ചേഞ്ച് ചെയ്യുന്നതും സിറ്റുവേഷൻസ് മാറുന്നതൊക്കെ വളരെ കോമൺ ആണ്. വാട്ട് എംപ്ലോയീസ് റിയലി വോണ്ട് ടു സീ ഈസ് whether you can stay calm in this situation, assess the impact, reprioritize effectively, communicate very clearly on the situation to all stakeholders, keep every people aligned on it and deliver what matters most. Because adaptability isn't about accepting change, it is about responding to a change in a way that still creates value for the business. So ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ്. ബിക്കോസ് നമ്മൾ വർക്ക് പ്ലേസിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, നമ്മുടെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കും ഹൗ ഡു യു ഹാൻഡിൽ കോൺഫ്ലിക്റ്റിംഗ് പ്രയോറിറ്റീസ്, ഡിഫറെൻ്റ് ആയിട്ട് ചോദിക്കും. ഞാനിപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ട് തന്നെയാണ്. അതല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, രണ്ട് മാനേജേഴ്സ് നമ്മുടെ അടുത്ത് ഒരേ സമയം വർക്ക് തന്നു, നമ്മൾ അതെങ്ങനെ ഡീൽ ചെയ്യും? ബിക്കോസ് അതൊരു പ്രയോറിറ്റി സിറ്റുവേഷൻ ആണ്. ലൈക്ക് വി നീഡ് ടു ഹാൻഡിൽ അവർ പ്രയോറിറ്റി ദർ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യും? ആ ക്വസ്റ്റിന്റെ ആൻസർ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ബിക്കോസ് ദാറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ദാറ്റ് യൂഷ്വലി ഗെറ്റ്സ് ആസ്ക്ഡ്. ഈ ക്വസ്റ്റിനും ചോദിക്കാനുള്ള സാധ്യത ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ട് തന്നെ യു നീഡ് ടു പ്രിപ്പയർ എ ഗുഡ് സ്റ്റാർ സ്റ്റോറി ആൻസർ for this question and keep it in your star story bank ready for your interview. So ഇത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. So this is it. Thank you. Hope this helps. Small steps, big wins.